ஆண்டாள் திருப்பாவை பாசுரம் 4. ஆழிமழை கண்ணா ஒன்று நீ கை கரவேல் ஆழியுள் புக்குமுகந்து கொடு ஆர்த்துயேறி ஊழி முதல்வன் உருவம் போல் மே கருத்து பாழியம் தோளுடை பற்பனாபன் கையின் ஆழி போல் மின்னி வலம் புரி போல் நின்றதிர்ந்து தாழாதே சார்கமுதைத்தா சரமழை போல் வாழ உலகினில் பெய்திடாய் நாங்களும் மார்கழி நீராடா മകിഴ്ന്തേളോരെമ്പാവായ്. അർത്ഥം: ധ്യാനം മുതലായവ സൽക്കർമ്മങ്ങൾ ഫലം നൽകാതിരിക്കില്ല എന്നു വരികിലും നാം ആഗ്രഹിക്കുന്ന ഫലം എന്താണെന്ന് ദൈവത്തോട് അപേക്ഷിക്കേണ്ടതും ആവശ്യമാണ്. സമ്പൽ സമൃദ്ധി പാവൈ നോമ്പിൻ്റെ ഫലമായി ലഭിക്കുമെന്നു വരികിലും നാടിനെ മുഴുവനും സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ ആവശ്യമായ കാലവർഷം നൽകുവാനായി മഴയ്ക്കെല്ലാം കാരണഭൂതനായ ഭഗവാനോട് ഗോപികമാർ അപേക്ഷിക്കുന്നു. കുന്നിനെ കുടയായി ചൂടി മഴ തടുത്തവന് മഴ പെയ്യിക്കുവാനും കഴിയുമെന്ന് മനസ്സിലാക്കിയ ഗോപികമാർ ശ്രീകൃഷ്ണനോട് മഴയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ദ്രനല്ല ഗോവർദ്ധനഗിരിയാണ് മേഘത്തെ തടഞ്ഞ് മഴ പെയ്യിക്കുന്നതെന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ പ്രകൃതിയുടെ ലീലാവിലാസങ്ങളിലെല്ലാം തന്നെ കാണണമെന്ന് അർത്ഥം. സുദർശന ചക്രം പോലെ മിന്നിയും പാഞ്ചജന്യമെന്ന വലംപിരി ശംഖുപോലെ ഇടവിടാതെ ഗർജിച്ചും ശാർഗമെന്ന ചാപത്തിൽ നിന്നും പുറപ്പെടുന്ന ശരങ്ങളെപ്പോലെ തുടർച്ചയായി വർഷിച്ചും ഇടിമിന്നലോടൊത്തു മഴ പെയ്യിക്കുവാൻ മേഘശ്യാമളനായ ശ്രീകൃഷ്ണനോട് അപേക്ഷിക്കുന്നതിലുള്ള ഔചിത്യം ശ്രദ്ധേയമാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് വെറും മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായി തോന്നാം. വാസ്തവത്തിൽ അങ്ങനെയല്ല. നാം പ്രാർത്ഥിക്കുന്ന ശ്രീകൃഷ്ണൻ കാലവൃഷ്ടിക്ക് കാരണഭൂതനാണ്. ഊഴിക്കെല്ലാം മുൻപനും പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന പത്മനാഭനും അവൻ തന്നെയാണ്. കേവലം മഴയ്ക്കു വേണ്ടിയല്ല ഭക്തന്മാർ അവനോട് അർത്ഥിക്കുന്നത്. എല്ലാ ജീവാത്മക്കളും ആഗ്രഹിക്കുന്ന മോക്ഷമാകുന്ന കല്യാണവൃഷ്ടിക്കു വേണ്ടിയാണ് ഗോപികമാർ ശ്രീകൃഷ്ണ പരമാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത്. ഈ സത്യത്തെയാണ് വ്യംഗ്യമായി കാലവൃഷ്ടിക്കായുള്ള പ്രാർത്ഥനയായി ഈ പാസുരത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്.